ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6 to 7 ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 5 മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 മീറ്റർ ജോർജറ്റിൻ്റെ ഈ ഒരു വർക്ക് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. പിന്നെ ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ്ങിനായിട്ട് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്കേർട്ടിൻ്റെ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത് വരുന്നത് 27 ഇഞ്ചാണ്. 27 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ ഗ്യാദേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഫ്ലയേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്ററൊക്കെ എടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് നമ്മൾ ചെസ്റ്റിന് 8 ഇഞ്ചസ് ആണല്ലോ എടുത്തത്. 8 + 8 + 2 ഇഞ്ചസ് 11 കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്കി കുറച്ച് ഒരു 2-3 ഇഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്യാദേഴ്സായിട്ട് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തും എടുക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചസ് അലവൻസ് വിട്ടിട്ട് നമുക്ക് ലെങ്ത് 10 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡർ 6 ഇഞ്ചസ്, ആം ഹോൾ 6 ഇഞ്ചസ് അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ ഷോൾഡറും ആം ഹോളും കൂടെ ഈ ലൈൻസ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ചസ് അലവൻസോട് കൂടിയാണ് കേട്ടോ 8 ഇഞ്ചസ് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി വെയ്സ്റ്റും കൂടി മാർക്ക് ചെയ്യാം. വെയ്സ്റ്റ് 7 ഇഞ്ചസ് ആണ്, അത് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം അലവൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സീം അലവൻസും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ, ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നമുക്ക് സെപ്പറേറ്റ് വരച്ചെടുക്കാം. ഇനി 2 ഇഞ്ചസ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ചസ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷനിൽ 1/2 ഇഞ്ചസ് നമുക്ക് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡിൽ 1 ഇഞ്ചസ് അലവൻസ് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ആം ഹോളിലും 1/2 ഇഞ്ചസ് തന്നെയാണ് അലവൻസ് കൊടുക്കുന്നത്. റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് നെക്കൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് 2 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചസാണ് കേട്ടോ. അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ മാറ്റിയെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസിൽ മാത്രം ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രണ്ട് പീസിന് മാത്രമേ നമ്മൾ വർക്ക് മെറ്റീരിയൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്ക് പോർഷനിലെ നെറ്റാണ്. അപ്പോൾ ഫ്രണ്ട് പീസിൽ മാത്രം ഫ്രണ്ട് ലൈനിങ് വെച്ചിട്ട് നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടി നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ 20 ഇഞ്ചസ് ലെങ്തും സെക്കൻഡ് ലെയർ 7 ഇഞ്ചസ് ലെങ്തുമാണ്. നെറ്റിൻ്റെ ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ നല്ല വിട്ടുള്ള ഫാബ്രിക് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 5 മീറ്റർ ഇതുപോലെ ഫസ്റ്റ് ലെയറിന് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കി താഴോട്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ 5 മീറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ മതി. അപ്പം താഴത്തെ ലെയറിൽ നമുക്ക് അത്രയും ഫ്രിൽസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 4 ലെയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം തികയോ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 10 മീറ്റേഴ്സൊക്കെ എടുത്തിട്ട്, ഇത്രയും വിഡ്ത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ 10 മീറ്റേഴ്സ് എടുക്കാം. ഞാൻ എടുത്തത് 56 വിഡ്ത്തുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് കേട്ടോ 5 മീറ്റർ എടുത്തത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ചസിൻ്റെ 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ പ്ലെയിൻ നെറ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ലൈനിങ് നേരത്തെ കട്ട് ചെയ്തു, അത് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡാക്കി ഇടാം. നമ്മൾ പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ഇതുപോലെ വെച്ചെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണ് പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ്ങിന് ലെങ്ത് കുറവാണ്, ഫുൾ സ്ലീവാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ജോയിൻറ്റ് പീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. മാർക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് തന്നെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഞാൻ ഫുൾ സ്ലീവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതനുസരിച്ച് എടുത്തു കൊടുക്കാം. ഞാനിവിടെ 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ ബോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെയിൻ പീസിൻ്റെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അതുപോലെ 2 പീസും നമുക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. 2 പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ പോർഷൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡറിൽ ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് പോർഷൻ നമുക്ക് സിബ് വയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ഫ്രിൽസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ലൈനിങ്ങിൻ്റെ പീസില്ലേ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി മെഷീൻ്റെ സ്റ്റിച്ച് ലെങ്ത് 5 കൊടുക്കാം. അതിനുശേഷം ടെൻഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാദേഴ്സ് വരും. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനും ഇതുപോലെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറാണ് കേട്ടോ ഫ്രിൽസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ലെയർ എല്ലാം നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അതും ഇതുപോലെ ഫ്രിൽസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഫ്രിൽസ് ചെയ്തെടുക്കാം. നമുക്ക് 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പീസ് ഫ്രണ്ടിലും 2 പീസ് ബാക്കിലും അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം 2 പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രിൽസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിലും നമ്മൾ ഫ്രിൽസ് ഇട്ടെടുക്കണം. നമ്മൾ പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ലെങ്ത് കൂട്ടി വെച്ചിട്ട് ടെൻഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഫ്രിൽസ് ചെയ്തെടുക്കാം.
ത്രെഡ് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഫ് പോലെ ആക്കിയിട്ട് നമുക്ക് ബോട്ടം പോർഷൻ, സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷനിലെ ബാക്ക് പോർഷനിൽ സിബ് അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബിൻ്റെ ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ സൈഡിൽ ഇതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഈ ഒരു ഫ്രിൽസ് ഇട്ട നെറ്റിൻ്റെ ഫാബ്രിക്കില്ലേ, ഇത് മാത്രം നമുക്ക് യോക്ക് പോർഷനിലേക്ക്, ഫ്രണ്ട് യോക്ക് പോർഷനിലേക്കും ബാക്ക് യോക്ക് പോർഷനിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ സീം അലവൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓവർലാക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പോൾ അതാ ലൈനിങ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. തുണി സ്കേർട്ടിൻ്റെ ലൈനിങ് പീസ് നമുക്കിതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെറ്റിൻ്റെ പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ തന്നെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹെയർ ക്ലിപ്പും ബാക്ക് ബോയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.